നമ്മൾ ആന്ധ്രാപ്രദേശിലെ നെല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് എത്തിയിട്ടുള്ളത്. നമ്മളങ്ങനെ കാണുന്നത് നെല്ലൂർ ടൗണിലാണ് കേട്ടോ. ഈ കാണുന്ന രൂപത്തിലാണ് ടൗൺ വരുന്നത്. ഇവിടുത്തെ ഓട്ടോകളൊക്കെ ഈ രൂപത്തിലാട്ടാ. ഈ ഒരു ഭാഗം ഇതുപോലെ അടച്ചിട്ടുണ്ടാവും. ഇവിടുത്തെ ബസ്സുകളെ രൂപം നോക്കിട്ടാ ഇതുപോലെയൊക്കെയാണ് ഇവിടുത്തെ ബസ്സുകൾ. നമ്മളെ നാട്ടിൽ നോക്കി ഈ മോഡൽ എടുത്തു പോയില്ലേ, ഇത്രയും കുഞ്ഞ ബസ്സുകൾ കാണാനും പറ്റില്ല. നല്ലൊരു ബസ് സ്റ്റാൻഡാണ് ഈ കാണുന്നത്. പാർക്കിങ്ങിൽ നമ്മൾ വണ്ടീനെ ഇട്ടിട്ടുണ്ട്. മൊത്തം ബ്ലോക്കാണ് കേട്ടോ. അവിടെ ചെറുതായിട്ട് മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പോലീസ് വണ്ടി ഇതെങ്ങനെ കൂന്ന് പറഞ്ഞാണ്ട് മണ്ടിന് ബ്ലോക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാ. പിന്നെ വണ്ടി പിടിച്ചാൽ കയറ്റിടുകയും ചെയ്യാം, അതിന് വേണ്ടിയിട്ടുള്ള വണ്ടിയാണ്. അപ്പോൾ നമുക്ക് പോകേണ്ടത് ആ ഒരു പെട്രോൾ പമ്പ് അതിൻ്റെ സൈഡിൽ കൂടെ അങ്ങനെ ഇട്ടത് ഇറങ്ങിക്ക്. പെരുഞ്ചാതി ബ്ലോക്കാണ് കേട്ടോ അവിടെ. ഇതൊക്കെയാണ് ഇത്രയും വലിയ റോഡ് ബ്ലോക്കാണ് കേട്ടോ. കണ്ടില്ല, അത്രയും ജനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. റോട്ടിന് ഇവിടെ പമ്പുകളൊക്കെ കാണുന്നുണ്ട്. പക്ഷേ ഇന്ന് ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ അടച്ചതായിരിക്കാനാട്ടോ ചാൻസ്. ഇവിടെ ഇതുപോലത്തെ ചെറിയ കച്ചവടങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ നെല്ലൂർ ദർഗയിൽ എത്തിയ ദിവസം എന്ന് പറയുന്നത് മുഹറം 10-നാണ് കേട്ടോ. മുഹറം 10-ന് ഇവിടെ ഉറൂസ് കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ ഇവിടെ വമ്പൻ ജനാവലിയാണ് കേട്ടോ. 10 ദിവസത്തെ പരിപാടിയിൽ ലാസ്റ്റ് ദിവസമാണിന്ന്. നമ്മളിവിടെ വന്നതിൻ്റെ ശേഷമാണ് അറിയുന്നത് കേട്ടോ ഇവിടുത്തെ പരിപാടി കാര്യങ്ങൾ വിശേഷങ്ങളൊക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ ഈ പുറത്തുള്ള ആഘോഷങ്ങൾ കാര്യങ്ങൾ കച്ചവടങ്ങൾ കാര്യങ്ങൾ ഇതൊക്കെ കണ്ടിട്ട് നമുക്ക് നാളെ അടുത്തൊരു വിഷയമാക്കിയിട്ട് മക്ബറിൻ്റെ ഉൾഭാഗം ഇടട്ടാം. ലാസ്റ്റ് നമ്മൾ ഈ ഒരു കവാടത്തിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് ദർഗാ ഷരീഫിക്ക് പോകേണ്ടത്. ഫുള്ള് ആൾക്കാരാണെന്നുള്ളതാണ്. ആ ദൂരത്തേക്ക് നോക്കിട്ടാ. നമ്മൾ ഈ കയറിക്കൊണ്ടിരിക്കുന്നത് ഒരു മക്ബറിൻ്റെ ഉള്ളിലേക്കാണ് കേട്ടോ. നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു ഏരിയക്കാട്ട് എത്തുക. നമ്മൾ പുറത്തിറങ്ങിയിട്ട് ഒരു കോർണറിൽ നോക്കുമ്പോൾ ഏകദേശം വ്യൂ കാര്യങ്ങളൊക്കെ ഇതാണ് കേട്ടോ. അങ്ങനെ ഒരു കുബ്ബ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമ്മൾ ഈ ഒരു ചുവപ്പ് ദർഗൻ്റെ ബാക്ക് ഭാഗത്തേക്ക് വരുമ്പോൾ ഇതുപോലെ കേട്ടോ. ഇവിടെ വേറൊരു ദർഗ ഉണ്ട്. ഷെയ്ദ് ജലാലുദ്ദീൻ ഷാ ഖാദിരി എന്ന വ്യക്തിയുടെ ദർഗയാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കയറാം. കയറുമ്പോൾ ഏകദേശം കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ആ ഒരു ദർഗൻ്റെ ബാക്കിൽ ഇങ്ങനെ ഇതിൽ കൂടെ വരുമ്പോഴേ ഇങ്ങനെ ഒരു ഏരിയ കാണുന്നുണ്ട് കേട്ടോ. അവിടെ നമുക്ക് പോയൊക്കെ എന്താ സംഭവം എന്നുള്ളത്. ഈ ഒരു ഏരിയയിലായിട്ട് ടോയ്ലറ്റ് വരുന്നുണ്ട് കേട്ടോ. ഫ്രീ യൂസിങ് ആണ്. അങ്ങനെ രണ്ടാമത്തെ ഒരു ടോയ്ലറ്റും കാണുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഏരിയക്ക് ഇങ്ങനെ വരുമ്പോൾ ലാസ്റ്റായിട്ട് കടലാണോ അതോ കായലാണോ എന്നറിയില്ല. നേരെ പോയേക്കാം നമുക്ക്. ഇങ്ങനെ ഒരു ഏരിയക്കാട്ടോ നമ്മളെത്തുക. പിന്നെ ഈ ഒരു ഏരിയക്ക് എത്തിക്കഴിഞ്ഞാൽ ഇതുപോലത്തെ കുളിക്കാനുള്ള ഷവറുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനത്തെ ഒരു ഏരിയയാണ് വരുന്നത്. മെൻസിന് അടിപൊളിയായിട്ട് കുളിക്കട്ടെ ഇവിടെ നിന്നിട്ട്. ഇതുപോലെയാണ് കേട്ടോ ഷവറുകൾ കേന്ദ്രീകരിച്ചിട്ടുള്ളത്. നമ്മളെത്തിയിട്ടുള്ളത് ഇങ്ങനെ ഒരു കായൽ പ്രദേശത്തേക്കാണ് കേട്ടോ. ഈ ഒരു കായൽ പ്രദേശത്തേക്ക് വരുമ്പോൾ ഇവിടെ ബോട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് ഫുള്ളായിട്ട് എൻ്റർടൈൻമെൻറ്റ് എൻജോയ്മെൻറ്റ് നടത്തുന്ന ഒരു ഏരിയ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ. അങ്ങനെ ഒരുപാട് ആൾക്കാർ അവിടെ വെള്ളത്തേക്ക് ഇറങ്ങാനൊക്കെ ആയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ ഇങ്ങനെ ബോട്ട് സർവീസ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ ഫയർഫോഴ്സിൻ്റെ വണ്ടികൾ കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. ഇത്രയും ജനക്കൂട്ടാണ് കേട്ടോ ഇവിടെ ഉള്ളത്. നല്ല കച്ചവടങ്ങളുണ്ട്. റോഡ് മൊത്തം ബ്ലോക്ക് ആക്കിയിട്ട് കാണും. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല തിരക്ക് വെച്ചാൽ നല്ല തിരക്കാണ് കേട്ടോ. ആ ഒരു ഏരിയക്കൊക്കെ കടകളുണ്ട്. ഈ ഒരു ഏരിയക്കൊക്കെ കടകളാണ് കേട്ടോ. മുഹറം 1-ന് തുടങ്ങിയിട്ട് 10 വരെ നീണ്ടു നിൽക്കുന്ന വലിയൊരു പ്രോഗ്രാമാണ് കേട്ടോ ഈ ഒരു ദർഗയിൽ നടക്കുന്നത്. ഈ ഒരു സമയത്ത് ഇവിടെ ഏകദേശം 25,000 സ്റ്റാളോളം കച്ചവടത്തിന് വേണ്ടിയിട്ടുണ്ടാവും എന്നുള്ളതാണ് കേട്ടോ അറിഞ്ഞു കേട്ടത്. അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോയിൽ ഈ മക്ബറിൻ്റെ ഉത്ഭവം കാര്യങ്ങളൊക്കെ കൊണ്ടുവരും.